ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള പോയിന്റ്സ് കൂടുതലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റാണ് ചൂസ് എ ബിസിനസ് കാറ്റഗറി യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ. ഒരു സ്മോൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ക്രാഫ്റ്റിനോടാണെങ്കിൽ നിങ്ങൾക്ക് ക്രാഫ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ സ്ക്രഞ്ചീസ് അതുപോലെ ഡ്രസ്സൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും സപ്ലൈസൊക്കെ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, അതിൻ്റെ റേറ്റ് എന്താണ്, ഇതൊക്കെ അന്വേഷിച്ച് വെക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ക്രാഫ്റ്റിൻ്റെ ബിസിനസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് അവിടുത്തെ ഫ്രെയിംസിൻ്റെ ഹാമ്പേഴ്സിൻ്റെയും കാര്യങ്ങളെ റേറ്റൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റിൻ്റെ ബിസിനസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളെ കുറിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ കുറച്ച് മോഡൽസ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫ്രെയിം മേടിച്ചിട്ട് അതിലിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെ ഒക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഫ്രെയിം മേടിച്ച് ഒരു 2-3 പ്രിൻ്റൊക്കെ അതിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് റീലൊക്കെ ആക്കിയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ നാലാമത്തെ കാര്യമാണ് നമ്മുടെ പ്രൊഡക്റ്റിന് എന്ത് പ്രൈസ് ഇടണം എന്നുള്ളത്. അതിപ്പോൾ എന്ത് സ്മോൾ ബിസിനസ് ചെയ്യുന്ന ആളായാലും ബിഗിനർ ആണെങ്കിൽ വരുന്നൊരു ഡൗട്ടാണ് ഈ പ്രൈസിങ്ങിനെ കുറിച്ചുള്ളത്. അപ്പോൾ പ്രൈസ് ഇടുന്ന സമയത്ത് നമുക്ക് അതിന് വന്നിട്ടുള്ള ചിലവ്, അതായത് ആ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് കൂട്ടുക. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമ്മുടെ പ്രോഫിറ്റും കൂട്ടാം. അതായത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്കതിലേക്ക് നമ്മുടെ പ്രോഫിറ്റ് കൂട്ടാം. പിന്നെയുള്ളൊരു കാര്യമാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ തന്നെ പ്രൈസ് ഇടുക എന്നുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ ബിസിനസ് ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ഇത്ര റേറ്റിനാണ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ റേറ്റിന് കൊടുക്കണം എന്നില്ല. കാരണം അവർക്ക് കിട്ടുന്നതും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ആയാലും അതിൻ്റെ റേറ്റ് ആയാലും ട്രാവൽ എക്സ്പെൻസ് ആയാലും എന്തിനായാലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്കിനും ട്രാവൽ എക്സ്പെൻസും അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ച് വേണം റേറ്റ് ഇടാൻ. പിന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ വലിയ ഒരു റേറ്റ് ഒന്നും പറയാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന് ഒരു ചെറിയൊരു പ്രോഫിറ്റ് കൂട്ടിയിട്ട് അത് സെയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രൈസ് കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ വരുന്നൊരു കാര്യമാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലൊരു ബിസിനസ് അക്കൗണ്ട് എടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ ബിസിനസ്സിന് ഒരു പേര് കണ്ടെത്തുക, ഒരു ലോഗോ കൂടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്രാഫ്റ്റ് ബിസിനസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് അവരുടെ ഫോട്ടോസൊക്കെ വെച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതല്ല സ്ക്രഞ്ചീസ് അതുപോലെ ഹെയർ ബാൻഡ്സ് ജ്വല്ലറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് മോഡൽസൊക്കെ മേക്ക് ചെയ്തിട്ട് അടുത്തുള്ള ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ കൊണ്ടു കൊടുക്കാം. എന്നിട്ട് അവരവിടുന്ന് സെയിൽ ചെയ്തതനുസരിച്ച് നിങ്ങൾക്ക് അവിടുന്ന് എമൗണ്ട് വാങ്ങിക്കാം. പിന്നെ നമ്മൾ മാക്സിമം ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അവരോടും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആക്കിയിട്ടൊന്ന് വെക്കാൻ പറയുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് നമ്മൾ ചെയ്ത് കൊടുത്ത വർക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊന്ന് സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പാക്കിംഗ് എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കൊറിയറൊക്കെ അയക്കുന്ന സമയത്താണെങ്കിൽ നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ അതല്ല നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് അതെന്ത് കാര്യം തന്നെ ആയാലും അത് അതിൻ്റെ ഫിനിഷിങ്ങിലും ആ ഒരു വൃത്തിയിലൊക്കെ തന്നെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ആ കസ്റ്റമർ ത്രൂ നമുക്ക് വേറെ കുറേ ഓർഡേഴ്സ് കിട്ടാനും ആ കസ്റ്റമർ തന്നെ നമുക്ക് വീണ്ടും ഓർഡർ തരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആ ഒരു ചെറിയ ബിസിനസ് ഗ്രോ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയവും എഫേർട്ടും ഒക്കെ എടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഡൗൺ ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അതായത് ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടല്ലോ എനിക്കതില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അത് നിർത്തി പോകാണ്ടിരിക്കുക എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തായാലും നമുക്ക് അത്രയും കുറേ ഓർഡേഴ്സ് ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ളൊരു കാര്യമാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ ഇൻസ്റ്റാ ത്രൂ ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. അതായത് നമ്മുടെ ആദ്യത്തെ കസ്റ്റമേഴ്സ് എന്തായാലും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ തന്നെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇൻസ്റ്റാ ത്രൂ ഓർഡേഴ്സ് കിട്ടി തുടങ്ങുള്ളൂ.
ഞാനത് പറയാനുള്ള കാരണം ഓഫ്ലൈൻ ഓർഡേഴ്സ് വന്നിട്ടും ഓൺലൈൻ ത്രൂ ഓർഡേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഫോട്ടോസും റീൽസൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ചെറുതായിട്ടൊന്ന് റീച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇൻസ്റ്റാ ത്രൂ ഓർഡേഴ്സ് കിട്ടും. പിന്നെയുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഒരുപാട് എമൗണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ മോഡൽസ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരൊറ്റ ഫ്രെയിം മേടിച്ചിട്ട് അതിലേക്ക് 2, 3, 4 പ്രിൻ്റൊക്കെ എടുത്തിട്ട് അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒന്നും വാങ്ങിക്കാണ്ടിരിക്കുക. ജസ്റ്റ് ഒരു സാറ്റിൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ ചെറിയ ബ്രിക്ക് വാളൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് അതിൽ വെച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നല്ല വൃത്തിക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. നിങ്ങളൊരു സ്മോൾ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളാണെങ്കിലും ചെയ്യുന്ന ആളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അഡ്വാൻസ് വാങ്ങിയിട്ട് മാത്രം ഓർഡേഴ്സ് കൺഫേം ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് വാങ്ങിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് എമൗണ്ടെങ്കിലും വാങ്ങിച്ചിട്ട് മാത്രമേ ഓർഡേഴ്സ് എടുക്കാൻ പാടുള്ളൂ. നമ്മളൊരു ഓർഡർ എടുത്ത് കഴിഞ്ഞ് അതിൻ്റെ വർക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമർ ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് വാങ്ങിയിട്ട് മാത്രം ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതല്ലാതെ നമ്മൾ അറിയുന്നവരാണെങ്കിലും നമ്മൾ അറിയാത്തവരാണെങ്കിലും പെട്ടെന്ന് അവർ ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു സ്മോൾ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിൻ്റെ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. താങ്ക്